ഞാൻ പറയാൻ വന്ന് ഇനിയും കുറച്ചും കൂടി വേക്കോട്ട് പോയി കഴിഞ്ഞാൽ മെയ്യിൽ പുറത്തിറങ്ങിയ ഒരു തമിഴ്നാട്ടിലെ പൊളിറ്റിക്സ് പറയുന്ന ഒരു വെബ് സീരീസ് ആണ് തലമൈ സെയ്യലകം. ഈ വെബ് സീരീസ് 2024 മെയ്യിൽ C5 കൂടി പുറത്തിറങ്ങിയതാണ്. ഇതിൽ പ്രധാന ക്യാരക്ടറായിട്ട് കിഷോർ എന്ന നടൻ അഭിനയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭരത്, നമ്മുടെ ആട് 2 വില്ലനായ ആദിത്യ മേനോൻ, സന്താന ഭാരതി തുടങ്ങിയ ഒരുപാട് വ്യക്തികൾ തമിഴിൽ നിന്നും അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ നിന്നായിട്ട് അഭിനയിച്ചിട്ടുള്ളത് കനി കുസൃതി, രമ്യ നമ്പീശൻ, തമിഴിൽ നിന്നുള്ള ശ്രേയ റെഡ്ഡി, ഇങ്ങനെ ഒട്ടനവധി താരങ്ങളാൽ സമ്പന്നമാണ്. എല്ലാവരും വളരെ നന്നായിട്ട് വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്ത ഈ വെബ് സീരീസിൽ 8 എപ്പിസോഡുകളാണുള്ളത്. എല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്നുള്ള രീതിയിലാണ് ഈ വെബ് സീരീസ് പോകുന്നത്. ഞാനൊരു പക്ഷേ ഒരു ഉച്ച സമയത്ത് കണ്ടിരുന്നിട്ട് രാത്രി 10 മണി വരെ അത് ഒരു എപ്പിസോഡ് പോലും അല്ലെങ്കിൽ ഒരു മുഹൂർത്തം പോലും വിടാതെ ഇരുന്ന് കണ്ടുപോയതാണ്. കാരണം അത്രയും എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വെബ് സീരീസ് ആണിത്. പൊളിറ്റിക്സുമായിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്സിനോട് അല്ലെങ്കിൽ അത് പറയുന്ന സിനിമകളോടോ അല്ലെങ്കിൽ വെബ് സീരീസുകളോടോ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായും ഇതുപോലെ എൻഗേജ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന ഒരു വെബ് സീരീസ് ആണിത്. ഒരു പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ ഇത് മെയ്യിലാണ് പുറത്തിറങ്ങിയെങ്കിലും ഈ അടുത്ത കാലത്ത് കേരളത്തിൽ നടന്നിട്ടുള്ള കഴിഞ്ഞ ഒരു ഇലക്ഷൻ സമയത്ത് ഒരു പാർട്ടിയുടെ പ്രധാന വ്യക്തി മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ സിനിമയിൽ കാണിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കുമോ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലൊക്കെ ഈ സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത് വസന്ത് ബാലൻ എന്ന വ്യക്തിയാണ്. ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഇതിന്റെ പ്രൊഡ്യൂസർമാർ നമ്മുടെ രാധിക ശരത് കുമാറുമാണ്. ഒരുപക്ഷെ ഇവർ ഇത്ര നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവര് അതിലൊരു വേഷം പോലും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. കാരണം പ്രൊഡ്യൂസ് ചെയ്തവർക്ക് വേണമെങ്കിൽ അഭിനയിക്കാം, അവർക്ക് അതിനുള്ള കഴിവുമുണ്ട്. എന്നിട്ടും ഇത് അതിന്റെ രീതിയിൽ തന്നെ നടക്കട്ടെ എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് അവർ അത് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപക്ഷെ ഡീപ്പായി പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്കിടയിലുള്ള ജനങ്ങളെ എങ്ങനെ ആണ് ഭരണകൂടം കാണുന്നത്, എങ്ങനെയാണ് മാവോയിസ്റ്റുകളും നക്സലുകളും ഉണ്ടാവുന്നത്, ഈ ഭരണകൂടം എങ്ങനെയാണ് അവരെ അടിച്ചമർത്തുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത്, അവരുണ്ടാവുന്നത് എങ്ങനെയാണ്, അവരെ അടിച്ചമർത്താൻ ഭരണകൂടം എന്ത് ചെയ്യുന്നു, അതുമാത്രമല്ല പൊളിറ്റിക്സിന്റെ വേക്കിൽ നടക്കുന്ന ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഭരണകർത്താക്കൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്, ഇനി അവർ പിന്തുടർച്ചയ്ക്ക് വേണ്ടി ഭരണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥാനങ്ങളിൽ എത്താൻ വേണ്ടി മക്കൾ രാഷ്ട്രീയം പിന്തുടരുന്നവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഈ സിനിമ വളരെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ സിനിമയിൽ ആദ്യം കാണിക്കുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം നമുക്ക് ഒരുപക്ഷെ അവസാനം വരെ ആ ട്വിസ്റ്റ് നമുക്ക് ഒളിപ്പിച്ചു വെച്ചിട്ട് കൊണ്ടെത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വെബ് സീരീസിന്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അധികാരവും പോരാട്ടവും നമുക്ക് എങ്ങനെയാണ് അതിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിൽ എങ്ങനെ കണക്ട് ആവുന്നു, അല്ലെങ്കിൽ ഇതിൽ രണ്ടില് പോയാൽ ഏതിൽ നിന്നായിരിക്കാം നമുക്ക് നേട്ടം. ഒരുപക്ഷെ ഒരു പോരാട്ടം ചെയ്തിട്ട് നേടുന്നതിനേക്കാൾ കൂടുതൽ അധികാരം കൊണ്ട് നമുക്ക് നേടാൻ പറ്റും എന്നുള്ളതാണ് ഈ സിനിമയിൽ പറഞ്ഞു വെക്കുന്നത്. എല്ലാവരും പോരാട്ടം നയിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മളൊരു 10 ആവശ്യം പറഞ്ഞാൽ ചിലപ്പോൾ അതിൽ 2 ആവശ്യമോ മറ്റോ നമുക്ക് പിച്ച തരുന്ന പോലെ ഇട്ടു തരുന്ന ഒരു ഭരണകൂടങ്ങൾ ഉള്ള നമുക്ക് അധികാരം കിട്ടിയാൽ അല്ലെങ്കിൽ അധികാരത്തിൽ എത്തിയാൽ മാത്രം നമുക്ക് ഇതൊക്കെ നമ്മളെ രീതിയിലേക്ക് മാറ്റാൻ പറ്റും. അതൊക്കെ വളരെ സീറ്റിംഗ് എഡ്ജായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ്. നിങ്ങൾ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു വെബ് സീരീസ് ആണ് എന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ C5 അടുത്തൊരു വീഡിയോ കാണും വരെ ഗുഡ് ബൈ.